ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി വർഷയോട് ചോദിക്കുകയാണ്, വർഷേ, നിന്റെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കാതെ വെറുതെ കൊടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നോ? എനിക്ക് വിശന്ന് ഞാൻ ഭക്ഷണം കഴിക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലും, ആഹാ കൊള്ളാലോ, അപ്പം ഞാൻ വിശന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നീ ഭക്ഷണം കഴിക്കുമല്ലേ, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ലല്ലേ വർഷേ എന്ന് ചോദിക്കുകയാണ്. സ്നേഹമൊക്കെ ഉണ്ട് ശ്രീകാന്തേ, പക്ഷേ വയറ് വേറെയല്ലേ, അപ്പൊ പിന്നെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ, അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അപ്പം നമ്മുടെ സച്ചി വല്ലാതെ ആയിപ്പോയി. ഇപ്പോൾ എടുത്തു വായിക്കും ശ്രുതി. വർഷേ, നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞ് സുധീർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും, എടാ ഇത് വളരെയേറെ ചീറ്റിംഗ് ആയ കാര്യം ഉണ്ടോടാ, നീ ഭക്ഷണം കഴിക്കണം ശരിയല്ലടാ, കാരണം നിന്റെ ഭാര്യയോട് നിനക്ക് ഒട്ടും സ്നേഹമില്ലല്ലേ, നിന്റെ ഭാര്യ വ്രതം എടുത്തതേ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കഴിയാൻ നേരത്ത് നിനക്ക് എങ്ങനെയാടാ ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ. അമ്മ കഴിച്ചാലേ ഭക്ഷണം കഴിക്കുള്ളെന്ന് അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ? എന്നിട്ട് പോലും നിനക്ക് ആ ഒരു സ്നേഹം ഇല്ലല്ലോടാ, ആ അച്ഛൻ്റെ മകൻ തന്നെ അല്ലേടാ നീ എന്നും പറഞ്ഞുകൊണ്ട് ഈ സുധിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാത്ത രീതിയിൽ തന്നെ സച്ചി അവിടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രുതിയും. അപ്പം നമ്മുടെ രവി ആണെങ്കിൽ, അതെ എടാ സച്ചി, എന്തിനാടാ അവനെ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുന്നത്? അവൻ ഭക്ഷണം കഴിക്കട്ടെ, വ്രതം എടുക്കുന്നത് ശ്രുതി മോളല്ലേ, അവളെടുത്തോളൂ, അതിനെന്തിനാണ് ശ്രുതി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? കഴിക്കട്ടെ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ കണ്ണൊന്ന് ഇറുക്കി കാണിക്കുകയാണ്. സച്ചാ, ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. ഇവിടെ പൗഡർ ഇട്ടെത്തി വ്രതം എടുത്ത് ഇങ്ങനെ കഴിയുന്നു, അപ്പോൾ ഇവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ വ്രതത്തിന് ഫലം ഉണ്ടാവുന്നത്? ഭാര്യക്കൊപ്പം ഭർത്താവും വ്രതം എടുത്താലേ അതിന് ഫലം ചെയ്യുന്നത് പൗഡർ ഇടത്തിക്ക് തന്നെയാണ്. പൗഡർ ഇടത്തിയുടെ അച്ഛൻ ജയിലല്ലേ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണ്ടേ, അപ്പോൾ കൂടെ ഭർത്താവും വ്രതം എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൗഡർ എടുത്തിടെ അച്ഛന് ജയിലിൽ നിന്ന് ഇറങ്ങാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും പിടിവിള്ളി വീണു. അപ്പം ചന്ദ്രയാണെങ്കിൽ, എടാ സുധി, നീ 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 ഭക്ഷണം കഴിക്കണ്ടാ. അയ്യോ അമ്മ, എനിക്ക് വിശക്കുന്നമ്മേ, എനിക്ക് ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് ശരിയാവുന്നത്? എടാ മോനെ സുധി, നീ നിന്റെ ഭാര്യയോടൊപ്പം വ്രതം എടുക്കണം, അല്ലാതെ ഭാര്യ പട്ടിണി കിടക്കാൻ നേരത്ത് നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല സുധി. ഇതൊക്കെ ചെയ്യുന്നതേ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അതുകൊണ്ട് നീ ആ ഭക്ഷണപാത്രം ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണപാത്രം ഇങ്ങനെ പിടിച്ച് മേടിക്കുക. അമ്മ, എനിക്ക് വിശക്കുന്ന അമ്മ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. വേണ്ട, നീ ഭക്ഷണം കഴിക്കണ്ട, ശരിയാവില്ല അത്, ഇങ്ങോട്ട് ആടാ പാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. കണ്ടോ, അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്നാലല്ലേ മലേഷ്യ ഡാഡി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ ഇങ്ങോട്ട് കിട്ടുള്ളൂ, അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടു നിന്ന ശ്രുതിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി നേരെ അങ്ങോട്ട് സുധിരടുത്ത് ചെന്നിട്ട്, സുധി വാ, എണീറ്റേ വാ, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുക. അപ്പോൾ ചന്ദ്ര ചോദിക്കണം, മോളെ നീ എങ്ങോട്ടാണ് പുറത്തേക്ക് പോകുന്നത്? പുറത്തേക്ക് പോയാലും അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കരുതേ, പിന്നെ നേരത്തെ വരണം, വൈകുന്നേരം പോയി ചനപ്രദക്ഷിണം ചെയ്യാനുള്ളതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോയി. മോളെ പെട്ടെന്ന് വരണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ അമ്മ, എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ അത് കഴിക്കാൻ സമ്മതിക്കില്ല. ശ്രുതി വാ, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വാന്നേ എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചടിച്ചുകൊണ്ട് ശ്രുതിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് രവിയാണെങ്കിൽ, എന്തിനാണ് ചന്ദ്രേ ആ പാവം ശ്രുതി ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തിക്കുന്നത്? നീ എന്തിനാ അവളെ കൊണ്ട് വീണ്ടും ചനപ്രദർശനം ചെയ്യിക്കാനായിട്ട് പോകുന്നത്? കണ്ടിട്ട് സഹിക്കുന്നില്ല, പാവം തോന്നുന്നഴി എന്ന് പറയുക. പക്ഷെ അതൊന്നും നമ്മുടെ ചന്ദ്ര കൂസിലാക്കുന്നില്ല. അങ്ങനെ സച്ചി ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ, എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാണ് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കുക. അപ്പോഴാണ് നമ്മുടെ സച്ചിക്കൊരു കോള് വരുന്നത്. അത് നീലിമയുടെ കോളായിരുന്നു. സച്ചി എവിടെയാണ്, എനിക്കൊരു ഓട്ടം പോകണമെന്നുണ്ടല്ലോ, പെട്ടെന്നൊന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മേഡം, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ സച്ചി,
ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ ഒന്ന് ചാടി എണീക്കുക. ചാടി എണീറ്റിട്ട് അതെ എനിക്ക് ഒരു ഓട്ടം ഉണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം. അയ്യോ സച്ചിയുടെ കഴിച്ചില്ലല്ലോ, ഇത് കഴിച്ചിട്ട് ഇപ്പോൾ സച്ചിയുടെ വേണ്ട രേവതി, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് രേവതിയുടെ സാരിത്തുമ്പിൽ ആ മുഖവും കൈയൊക്കെ തുടച്ചിട്ട് നേരെ സച്ചി വിടല്. അത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷം. ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം. അങ്ങനെ ഈ നീലിമയും കൊണ്ട് സച്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയുകയാണ്. ഇതാണോ മാഡം, മാഡം പുറത്തേക്ക് പോകുന്ന ഏജൻസി? അതെ, ഞാനേ ഇപ്പം തന്നെ വരാട്ടോ, ലേറ്റ് ആവും. ഇവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുക. അപ്പം നീലിമ നേരെ ആ ഏജൻസിയിലേക്ക് ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞ ടിക്കറ്റിൻ്റെ കാര്യം എന്തായി? അയ്യോ മാഡം, ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാൻ ഫോണിലേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മാഡം അത് നോക്കിയില്ലേ? എപ്പോഴാണ് നീലിമയ്ക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അയ്യോ ഞാൻ നോക്കിയില്ല, ശരി ഞാൻ ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. അതെ, മാഡത്തിനെ അന്വേഷിച്ച് 2 പേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരോ? അതാരാ? അത് മാഡത്തിൻ്റെ ഫ്രണ്ട്സാന്നാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു മാഡത്തിൻ്റെ അച്ഛമ്മ മരിച്ചുപോയി, അതുകൊണ്ട് മാഡത്തെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം, ഡീറ്റെയിൽസ് ഒന്ന് തരാവോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഇത് ആരാ? അത് അവരെക്കുറിച്ച് അവരുടെ പേരെന്താണ് എന്ന് വല്ലതും അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതുപോലെ 2 പേരാ വന്നത്. ആ മേഡത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ സാറിൻ്റെ പേര് സുധി എന്നാണ്. ഇത് കേട്ടാ നീലിമ ഞെട്ടിപ്പോവാണ്. സുധി എന്താ മാഡം, മാഡത്തിന് അറിയാവോ? എനിക്കറിയില്ല. ഏത് സുധി? കണ്ടോ, എന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തോ? ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വല്ലതും പറഞ്ഞോ? അങ്ങനെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ കൊടുക്കില്ല, അതാണ് ഞങ്ങളുടെ റൂൾസ് മാഡം. അതുകൊണ്ട് മാഡം ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അച്ഛമ്മ നേരത്തെ മരിച്ചു പോയതാ. ഏതോ ഒരു ഫ്രോഡ് വന്നാ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചത്. എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരിക്കും. യാതൊരു കാരണവശാലും എൻ്റെ ഒരു ഡീറ്റെയിൽസും ആർക്കും കൊടുക്കാനായിട്ട് പാടില്ല, കേട്ടല്ലോ? അതില്ല മാഡം, ഞങ്ങൾ മാഡത്തിൻ്റെ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കില്ല മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ വീണ്ടും നീലിമ നേരെ സച്ചിയുടെ കാറിലേക്ക് കയറുക. അപ്പോൾ നീലിമ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരിക്കണം, ആകെ ടെൻഷൻ. എന്താ മാഡം, മാഡം എന്തെങ്കിലും ആലോചിക്കുന്നത്? മാഡം ഇനിയും കാനഡയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ ഓട്ടം വിളിക്കണേ. അതിനെന്താ സച്ചി, ഞാൻ ഓട്ടം വിളിച്ചുള്ള സച്ചി, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ നീലിമ ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയാണ്. എടി ആ നള്ളിന്ന് പറഞ്ഞ ആ ഒരു ബ്യൂട്ടി പാർലർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചുമ്പോൾ അയ്യോ ഇല്ലേ, പൂട്ടിപ്പോയോ? ഇത് ഭയങ്കര വല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, മാഡത്തിന് ബ്യൂട്ടി പാർലറാണോ പോകേണ്ടത്? പോയാൽ കൊള്ളാം, എങ്കിൽ പിന്നെ എനിക്ക് നല്ലൊരു ബ്യൂട്ടി പാർലർ അറിയാം മാഡം. ആണോ? നല്ല ബ്യൂട്ടി പാർലറാണോ? നല്ല ബ്യൂട്ടി പാർലറാണ്. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന അവർ കുറച്ച് തരികിടയാണെങ്കിലും അവരെക്കുറിച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്തതിൽ നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് മാഡം അങ്ങോട്ട് വിട്ടാലോ? എങ്കിൽ പിന്നെ ആയിക്കോട്ടെ സച്ചി, അങ്ങോട്ട് തന്നെ വിടാം. അങ്ങനെ നമ്മുടെ പൗഡർ ഇട്ടത്തേക്ക് അവർ ജോലി ഒപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ കാരണം ഇപ്പോൾ പൗഡർ ഇട്ടത്തേക്ക് കുറച്ച് പൈസ കിട്ടാനായിട്ട് പോവുകയാണ്. ഇനി പൗഡർ ഇട്ടത്തി എന്നോട് ചോദിക്കും, സച്ചി നീ നല്ലവനായോ, നിനക്കിത് എന്താ പറ്റിയത്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും എന്നിങ്ങനെ പറയാം. അപ്പോൾ ഈ നീലിമ ചോദിക്കുകയാണ്, എന്താ സച്ചി എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല മാഡം, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാണ് മാഡം. ആണോ? ശരി, ഇതാണ് മാഡം, ഇതാണ് ആ ബ്യൂട്ടി പാർലർ. നല്ലത് തന്നെയാണല്ലോ അല്ലേ? പേടിക്കണ്ട മാഡം, ഇവിടെ ധാരാളം കസ്റ്റമർ വന്നതാ, അതുകൊണ്ട് മാഡം ധൈര്യമായിട്ട് കയറി ചെന്നോ, നന്നായിട്ട് തന്നെ അവരെല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പൊയ്ക്കോ, എനിക്ക് ഇച്ചിരി ലേറ്റ് ആവും, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് സച്ചിയെ വിളിക്കാം. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ്. ഈ നീലിമയാണ് നേരെ അകത്തേക്ക് കയറി ചെല്ലുക. ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണമായിരുന്നല്ലോ എന്ന് അവിടെ റിസപ്ഷനിൽ പറയുകയാണ്. മാഡം ഇവിടെ ഇരിക്കും മാഡം, ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ ചെല്ലുകയാണ്, മാഡം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഒരു ലേഡി വന്നിട്ടുണ്ട് എന്ന് പറയുക. ഇപ്പം ഇത് കഴിഞ്ഞു, നിങ്ങളവരെ വിളിച്ചോളൂ എന്ന് പറയുക. അങ്ങനെ നീലിമ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. ശ്രുതിയോട് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി. ഇതാരത്? ദൈവമേ, ഇത് ശ്രുതി പറഞ്ഞ ആ പെണ്ണല്ലേ നീലിമ? അങ്ങനെ ആലോചിക്കുക നീലിമയുടെ ഫോട്ടോ കാണിച്ച ആ കാര്യം. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി നീലിമയാന്ന്. അപ്പോൾ നമ്മുടെ നീലിമ ചോദിക്കുകയാണ്, ഹലോ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല മാഡം, ഇവിടെ ഇരുന്നോളൂ മാഡം. എന്താ മാഡം? എനിക്ക് ഫേഷ്യൽ ചെയ്യാനുണ്ട്, പിന്നെ ഒന്ന് ത്രെഡും ചെയ്യണം, പിന്നെ എനിക്ക് 1 മണിക്കൂറാണ് കേട്ടോ ടൈം. 1 മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ? പിന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം അവസാനിപ്പിച്ചു തരാം. എന്താ? ഇല്ല, എല്ലാം തീർത്ത് തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഗൗണൊക്കെ ഇടിപ്പിച്ചു കൊടുക്കുക. ആ സമയത്ത് ചോദിക്കുകയാണ്, മാഡം
മേഡം ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ മേഡം. മേഡം വിദേശത്തായിരുന്നോ? ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ്. ഞാൻ കാനഡയിലാണ്. കുറച്ച് നാളായി കാനഡയിൽ പോയിട്ട്. ആണോ മേഡം? മേഡത്തിൻ്റെ പേരെന്താ? എൻ്റെ പേര് നീലിമ. ഓഹോ, നീലിമ. നൈസ് നെയിം മേഡം. കൊള്ളാലോ. മേഡം ഒരു ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റിസപ്ഷനിൽ നിന്ന് വെച്ചാൽ ആ പെണ്ണിനെ നേരെ അങ്ങോട്ട് അകത്തേക്ക് അയക്കുക. എന്നിട്ട് സുധിയെ വിളിക്കുകയാണ്. സുധിയെ വിളിച്ചിട്ട് സുധി എത്രയും പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലേക്ക് വരണം. ഞാൻ എന്തിനാണ് വരുന്നത്? ഞാനേ പൈസ അന്വേഷിച്ച് മടുത്തു. എനിക്ക് കാനഡയിലോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. ഞാനാകെ പെട്ടിരിക്കുകയാണ്. പൈസ ആരും തരാനായിട്ട് തയ്യാറല്ല. പൈസയൊക്കെ റെഡിയാവും. ഇവിടെ ഒരു മേഡം വന്നിട്ടുണ്ട്. പണക്കാരി മേഡമാണ്. നീ അവരോട് പൈസ ചോദിച്ചായിരുന്നോ? അവർ തരാമെന്ന് പറഞ്ഞോ? അവരോട് എന്തിനാണ് പൈസ തരാനായിട്ട് പറയുന്നത്? നമ്മുടെ പൈസയല്ലേ, അത് നമുക്ക് മേടിച്ചെടുക്കണം. പൈസ കിട്ടാതെ അവളെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ശ്രുതി, നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കോ. ആ നീലിമയില്ലേ, നിന്നെ പറ്റിച്ചുകൊണ്ട് പോയി 50 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയി ആ നീലിമ, അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നതാ. എന്നെ അവൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവളെ സോപ്പിട്ട് ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരാനായിട്ട് നോക്ക്. നീ പറഞ്ഞ സത്യം, എന്നെ വെറുതെ കളിയാക്കാൻ നിൽക്കരുത്. കളിയാക്കുന്നതല്ല സുധി, എത്രയും പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കിയാണ്. ഞാൻ വരുന്നു, അവളെ ഞാൻ വിടുമേ വഞ്ചകി, എന്നെ വഞ്ചിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്കാകെ കാലി. അങ്ങനെ ശ്രുതി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം നീലിമയ്ക്കാകെ അരിശം വരികയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ എനിക്ക് ടൈം ഉള്ളെന്ന്. നിങ്ങൾ എന്താണ് ഇത്ര ലേറ്റ് ആയത് എന്ന് ചോദിക്കുകയാണ്. മേഡം 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്തു തരാം മേഡം. മേഡം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഞാൻ തീർത്തു തരാം. എന്താ എല്ലാം തീർത്തു തരാമെന്നോ? അല്ല, 1 മണിക്കൂർ കൊണ്ട് എൻ്റെ ഫേഷ്യൽ ചെയ്തവരെല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. ഞാൻ മേഡത്തിന് മിനിക്ക് അങ്ങോട്ട് തരാം. ഈ സമയം തന്നെ നമ്മുടെ രേവതി സ്കൂട്ടറിൽ വരിക. അപ്പോൾ രേവതി സ്കൂട്ടറിൽ വന്ന് സ്കൂട്ടറോടെ പാർക്ക് ചെയ്തിട്ട് താക്കോലെടുത്തില്ല. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കടയിലേക്ക് പൂ കൊടുക്കാനായിട്ടാണ്. അങ്ങനെ പൂ കൊടുത്തപ്പോഴേക്കും ഏതായാലും രേവതി, അന്നൊക്കെ നീ വരുന്നത് സൈക്കിളിലായിരുന്നു, പക്ഷെ ഇപ്പം നീ വരുന്നത് സ്കൂട്ടറിലാണ് കേട്ടോ. നന്നായി മോളെ, നീ പുരോഗമിച്ചല്ലോ. ഇതെനിക്ക് സച്ചിയേട്ടൻ മേടിച്ചെന്നാണ് ചേച്ചി. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാവോ? എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അയ്യോ ചേച്ചി, എനിക്ക് ഒട്ടും സമയമില്ല. എനിക്ക് കുറേ സ്ഥലത്ത് പൂക്കൾ കൊടുക്കാനുള്ളതാ. പിന്നെ വണ്ടി ഞാൻ കണ്ടില്ലേ റോഡിൻ്റെ അപ്പുറത്താണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല മോളെ. എൻ്റെ വീട് നിനക്ക് അറിയാലോ, തൊട്ടടുത്താ. മോള് വരാമെന്ന് പറഞ്ഞിട്ട് മോളെ കണ്ടില്ല. അത്യാവശ്യമായതുകൊണ്ടാണ്. നീ ഒന്ന് കടയിൽ നിൽക്ക്. ശരി ചേച്ചി, എന്നാൽ പെട്ടെന്ന് വന്നേ. ശരി രേവതി, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കടയിലേക്ക് കയറുക. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ശ്രുതിക്ക് കാലിൽ വന്നിട്ട് ഇങ്ങനെ പിരിയൻ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിരിയൻ ത്രെഡ് ചെയ്യുമ്പോഴും നീലിമയ്ക്ക് വേദനിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നു. പക്ഷെ അതൊന്നും ശ്രുതി കാര്യമാക്കുന്നില്ല. കാരണം 50 ലക്ഷം കെട്ടോണ്ട് പോയ കള്ളിയല്ലേ മുന്നിലിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ മേഡം എങ്ങനെയുണ്ട് പിരിയൻ ത്രെഡ് ചെയ്തത്? കൊള്ളാം. ഇനി ഫേഷ്യൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേഡത്തിൻ്റെ ഷേപ്പേ മാറും. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ ഫേഷ്യൽ ചെയ്താൽ മേഡത്തിൻ്റെ സൗന്ദര്യം കൂടുമെന്ന് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. ബൈ.